നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന മുമ്പുള്ള അവസ്ഥ പറഞ്ഞാല് പല്ലിന് കേടുകളുണ്ട്. അതോടൊപ്പം തന്നെ പുളിപ്പ് വല്ലതും തിന്നു കഴിഞ്ഞാൽ പുളിപ്പിന്റെ വിഷയം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഇതിന് ശേഷം ഒരു വിഷമവുമില്ല, നല്ല റാഹത്താണ്. ഞാനിതിലേക്ക് കടന്നു വന്ന ഉടനെ ബഹുമാനപ്പെട്ട ഉമ്മർ സാഹ് പറഞ്ഞിരുന്നു സ്റ്റാറ്റസ് വെക്കുവാണ് വേണ്ടത് പറഞ്ഞിരുന്നു. അപ്പൊ ഒറ്റ പ്രാവശ്യമാണ് ഞാൻ സ്റ്റാറ്റസ് വെച്ചത്, ഒറ്റ പ്രാവശ്യം. 2 മാസം കഴിഞ്ഞപ്പോൾ എടക്കര ഭാഗത്ത് മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സഹോദരന്, അദ്ദേഹം വർഷങ്ങളായി മെഡിക്കൽ ഷോപ്പിലാണ്. അദ്ദേഹം എന്നോട് ഒരു ദിവസം വിളിച്ചു ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ അന്ന് വെച്ച പേസ്റ്റിന്റെ അത് കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ കിട്ടുമെന്ന് പറഞ്ഞു. ഞാനും നമ്മുടെ ലീഡർ, എന്റെ ലീഡർ ബഹുമാനപ്പെട്ട ഹമീദ് ഉസ്താദും യാത്ര ചെയ്യുന്ന സമയത്ത് അതിനെ കൊടുത്ത് 150 രൂപക്ക് തന്നെ കൊടുത്ത് അദ്ദേഹം വാങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വർത്തമാനം. അപ്പൊ ഭാര്യക്ക് മോണവീക്കമുണ്ട്. അപ്പൊ എത്രയോ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാര്. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അത് ഉപയോഗിച്ച് ഒരു മാസം കഴിയുമ്പോൾ ഭാര്യക്ക് നല്ല മാറ്റമുണ്ട് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം ഈ അടുത്ത ഐഡിയ അടിച്ച് നമ്മൾ ചേർന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപാട് കേസ് അദ്ദേഹത്തിന് വരുന്നുണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെയാണ് ഈ ഹെർബൽ പേസ്റ്റ് ഉപയോഗിക്കുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഭാര്യ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ചെയ്തു പോവരുത്, നമ്മൾ ആദ്യം ഉപയോഗിക്കണം, നമ്മൾ ഉപയോഗിക്കണം, നമ്മുടെ മക്കളും ഉപയോഗിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യത്തിൽ ആ പേസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച പേസ്റ്റ് കാണുമ്പോൾ പേടിയാണ്. ഞാൻ വലിച്ചെറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? എന്റെ അടുക്കൽ വരുന്ന ആളോട് ഞാനത് പറഞ്ഞു കൊടുക്കും, ഇതിനുള്ള വിഷവും അതോടൊപ്പം നമ്മുടെ ഹെർബൽ പേസ്റ്റിന്റെ ഉപയോഗവും നമ്മുടെ പേസ്റ്റിന്റെ ഗുണവും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ അത് കളയാതെ വെച്ചിട്ടുണ്ട്. മൈ ലൈഫിലേക്ക് വരാൻ കാരണം പേസ്റ്റ് തന്നെയാണ്. പേസ്റ്റും അതുപോലെ 2-3 പ്രൊഡക്റ്റുമാണ്. പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വായില് ഈ മീൻ കഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മളെ കവളിൽ എന്തെങ്കിലും നാവുമ്പോ എന്തെങ്കിലും ചെറിയ മുറിവായി കഴിഞ്ഞാല് ഏകദേശം ഒരാഴ്ചയൊക്കെ ആ മുറിവ് അങ്ങനെ നിൽക്കുകയും ഭയങ്കര അസഹ്യമായ വേദനയും അതുപോലെ തന്നെ സംസാരിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. നമ്മളെ വർക്കിന്റെ ഫീൽഡിൽ നിന്ന് നല്ലോണം സംസാരിക്കേണ്ട ഫീൽഡാണ്. അതുകൊണ്ട് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡോക്ടർമാരെ കാണുക, ഗുളിക കഴിക്കുക, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും ഈ പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പൊ അങ്ങനെ എന്തൊരു മുറിവുണ്ടെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതൽ ആ മുറിവ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ ഏകദേശം സജീവമായി ചെയ്ത 6 മാസമായിട്ടുള്ള സജീവമായി മൈ ലൈഫില് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് TC കഴിഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാ അപാര റിസൾട്ടാണ് നമ്മുടെ പേസ്റ്റിന്റെ ഉള്ളത്. നമ്മൾ കൊടുത്ത എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും നല്ല റിസൾട്ടാണ്. പേസ്റ്റ് നല്ല റിസൾട്ടാണ് എന്നുള്ള ഒരു സംസാരമാണ് നമ്മളെ കൂട്ടുകാരുടെ അടുത്തും അതുപോലെ കൊടുത്ത എല്ലാ കസ്റ്റമർക്കും കിട്ടുന്നത്. എന്റെ അനുഭവത്തില് ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്നും ഡീറ്റെയിൽസ് ചെയ്യുന്ന ഒരേ ഒരു ഉൽപ്പന്നം പേസ്റ്റാണ്. വളരെ നല്ല റിസൾട്ടാണ് പലവരും പറയുന്നത്. കൊടുത്തവരൊക്കെ തന്നെ വീണ്ടും എന്നോട് ചോദിച്ച് വാങ്ങുന്നുണ്ട്. ഇന്നലെ പോലും കൊടുത്തിട്ടുണ്ട്. എന്റെ കസിനായ അയ്യൂബ് സാറ്, അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന എന്റെ അസോസിയേറ്റനാണ്, എന്റെ കസിനാണ്. അദ്ദേഹത്തിന് പല്ലിനുണ്ടായിട്ടുള്ള വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല്ലുവേദന വിട്ടുമാറാത്ത വിഷയത്തിൽ ഡോക്ടറെ സമീപിച്ചപ്പോൾ പല്ലെല്ലാം എടുത്ത് മോണക്കുള്ളിൽ പഴുപ്പാണ്, അത് മാറിയ ശേഷം വീണ്ടും റീഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. വലിയൊരു എമൗണ്ടാണ് അദ്ദേഹം ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പൊ അത് എങ്ങനെ ചെയ്യുമെന്ന പ്രയാസത്തിൽ അദ്ദേഹമാണ് പിന്നീട് ഈ പേസ്റ്റുമായി ബന്ധപ്പെടുകയും നമ്മൾ ധാരാളിസ്ഥാവുമായി ബന്ധപ്പെട്ട് ഈ പേസ്റ്റ് ഉപയോഗിക്കുകയും അങ്ങനെ ഇതിലൂടെ നല്ല റിസൾട്ട് കിട്ടി. ഇന്നും അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ഏതായാലും നല്ല റിസൾട്ടാണ് പറയാനുള്ളത്. എനിക്ക് വളരെ റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന എൻ്റെ മക്കള് ഞാനിപ്പോ ഒരു 5-6 എണ്ണം ഉപയോഗിച്ചു. അപ്പൊ അതിൻ്റെ ഒക്കെ പെട്ടിപ്പോ ഇവിടെ സ്റ്റോക്ക് ചെയ്യാം. അപ്പൊ വളരെ നല്ല ഗഹനമായിരിക്കുന്ന ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ വയറ്റിൽ തൊള്ളയില് വെള്ളം വെച്ചാൽ വളരെ ഒരു എരു അനുഭവിക്കുന്ന സമയമാണ്. പക്ഷെ അതൊക്കെ മാറിക്കിട്ടി. ഇപ്പോൾ പേസ്റ്റ് ഉപയോഗിക്കാതെ ബ്രഷ് കൊണ്ട് പല്ല് തേച്ചാൽ വലിയ പ്രയാസമാണ്. ഇത് നല്ലൊരു റിസൾട്ടാണ്. ഇനിയും ഇതുപോലത്തെ ഇത് ഉപയോഗിച്ച് എല്ലാവർക്കും മുന്നോട്ട് വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് പറയാലോ, ഒന്ന് എന്റെ റിസൾട്ടിനാണ്. പിന്നെ എനിക്ക് പല്ലുവേദന ചെറുതായിട്ടുണ്ടായിരുന്നു. റുക്ന റഷീദ് ഇപ്പൊ ക്ലിയർ ആയി. വേറെയുള്ള പല്ലിനുണ്ടായിരുന്ന കേടുകള്, ചെറിയ കേടുകളൊക്കെ അന്ന് മുതൽ എനിക്കിത് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ഇപ്പൊ 4 വർഷമായി ഇപ്പൊ ഉപയോഗിക്കൽ നടത്തിയിട്ട്. 3 വർഷം കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഹെർബൽ പേസ്റ്റ് ഉപയോഗിക്കൽ നടത്തിയിട്ട് എനിക്ക് പിന്നെ പല്ലുവേദന സാധനം ഉണ്ടായിട്ടില്ല. വലിയ വേദന ഉണ്ടായിട്ടില്ല പറഞ്ഞാൽ വലിയ പൊത്ത് കാര്യം ആദ്യമുള്ള കേട് അത് ഓക്കെ, അത് എപ്പോഴൊക്കെ ഇളകും. പിന്നെ ക്ലീൻ ചെയ്തൊക്കെ അതും ഇപ്പൊ ഫുള്ളായിട്ട് ഒഴിവാക്കി. പക്ഷെ ഇപ്പോ പല്ലുവേദന എല്ലാ സാധനം എനിക്കില്ല.
പിന്നെ നമ്മളെ പേഷ്യന് ഹെർബൽ പേഷ്യന് കേടില്ലാന്നില്ല ഒരു തെളിവ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതായത് എൻ്റെ പേരക്കുട്ടി അവന് പേസ്റ്റ് കൊടുത്താൽ എന്തായാലും അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അവൻ പ്രശ്നമാക്കിയാൽ തുപ്പിക്കളുണ്ടാവില്ല, അങ്ങനെ ആവും. ഒരു ദിവസം അവന് എന്നെ കാണാതെ പിന്നെ പേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് വായിക്കൽ പിടിച്ചിട്ട് ദേവാരിക്കൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പീച്ചിട്ട് അങ്ങനെ കഴിക്കിട്ട് ഒരു പൗതിയോളം അകത്താക്കി. ഞാൻ അവന്റെ പിന്നെ നമ്മളെ കമ്പനി പറയണ്ടല്ലോ ഇതൊരു കേടില്ലാന്നില്ലേ, എന്നാ പിന്നെ എല്ലാം അല്ല നമുക്ക് പരിഷ്കരിച്ച് ഞാൻ എന്താട്ടി അവന്റെ ഫോട്ടോ എടുത്ത് വെച്ചു. അപ്പോഴത്തെ എന്താ വെച്ചാല് വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ എന്തേലും വരുമോ എന്നില്ല അറിയാൻ വേണ്ടിട്ട് ഒന്ന് കൃത്യമായിട്ട് പറയണല്ലോ. പിന്നെ കുറെ കാത്തുനിന്ന് യാതൊരു കേടും ഉണ്ടായിട്ടില്ല. സന്തോഷമാണ്. ഇപ്പോഴും ഓരോ സാധനം കിട്ടിയാലും ഓനും കൈ കിട്ടാത്തടത്ത് വെക്കല്ലാതെ കിട്ടിയാൽ എപ്പോഴും ഉപയോഗിക്കും. പക്ഷെ ഉപയോഗിക്കാനാണ് കൊടുക്കല്ല, കിട്ടാത്തടത്ത് വെക്കലാണ്. പൗതി കഴിച്ചു അകത്താക്കി. ഒരു കേടുണ്ടായിട്ടില്ല. അതിന്റെ തെളിവാണ് എൻ്റെ പേരക്കുട്ടി തന്നെയാണ്, എൻ്റെ മോളെ കുട്ടി തന്നെയാണ്. എനിക്ക് ഈ പുഴുക്കുത്തിന്റെ തകരാറുണ്ട്, കയ്യിന്റെ നഖം പുഴുക്കുത്ത് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ പറ്റി പറയുക അറിയില്ല. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണല്ലോ. നമ്മളെ മലപ്പുറം ജില്ലയ്ക്ക് ഉള്ളത് പുഴുക്കുത്ത് എന്നാ പറയാ. ഈ കയ്യിന്റെ നഖത്തിന് കാലിന്റെ നഖത്തിനൊക്കെ കേട് വരല്. അതിന്റെ അനുഭവം പറയുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അതിന് ഞാൻ തേച്ചു കൊടുത്തു, നല്ല ഉള്ളിലേക്കാക്കി കൊടുത്തു. പിന്നെ ആ സാധനം ക്രമേണ വേദന പോലും ഇല്ലാതെ ക്രമേണ അത് മാറ്റം വന്നു മാറി എന്ന് തന്നെ വേണം പറയാന്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ പിന്നെ അതിന്റെ എന്താണ് ഈ എരും പുളിയൊക്കെ ചെല്ലുമ്പോ പിന്നെയും കുറച്ചൊരു വേദന ഉണ്ടെങ്കിലും ഞാൻ ആ പേസ്റ്റാണ് ഉപയോഗിക്കും. പിന്നെ അത് ഓക്കെ ആയി. അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഏകദേശം നഖങ്ങളൊക്കെ ക്ലിയർ ആയി. പേസ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. മിസ്സാരോട് ചോദിച്ചു, മിസ്സാതെ ഇങ്ങനെ കയ്യിന് നല്ല ഭയങ്കര വേദന പുഴുക്കുത്തുണ്ട്, അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കലുണ്ട്. അപ്പൊ നിങ്ങൾ ആ പേസ്റ്റ് ഒന്നാണ് തേച്ച് നോക്കിയത്. അപ്പൊ അതിന്റെ റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക്. പേസ്റ്റിനെ പറ്റി പറയാൻ പെരുത്ത് റിസൾട്ട് പേസ്റ്റിന്റെ ഉണ്ട്. ഞാനിപ്പോ അടുത്ത് കഴിഞ്ഞ മാസം ഒരു വീട്ടിൽ ചെന്ന്, പരിചയമില്ലാത്തൊരു വീടാണ്, ആൾക്ക് അറിയാന്നല്ലാതെ. അപ്പൊ എന്നോട് വെച്ച് നിങ്ങളൊന്നാ ഈ ബാഗിലൊക്കെ കൊണ്ടുപോയി. അപ്പൊ ഇന്ന ദിവസം ഞാൻ ആദ്യം എടുത്തു കൊടുത്ത പേസ്റ്റാ ഉമ്മാക്ക്. അതോ ഞാക്കിത് വേണ്ടേ, ഞങ്ങൾ ഇന്നടുത്ത് പോയിട്ട് വേറെ കമ്പനീന്റെ പേസ്റ്റാ വന്നിട്ട് 2 പേസ്റ്റ് ആത്തുനിന്ന് എടുത്തെന്ന് തോന്നുന്നു. മോക്ക് 3 കുട്ടികളുണ്ട്, 10 വയസ്സിന്റെ ചോടുള്ള 3 ആൺകുട്ടികളാ. ഈ പേസ്റ്റ് ഞാൻ പിന്നെ വിമർശ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ നീ ആ വാണിംഗ് ഒന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുന്നതാണ്. അത് ഇവള് കംപ്ലീറ്റ് വായിച്ചാൽ എന്നോട് പറയാ, നിങ്ങളെ പേസ്റ്റ് എവിടുന്ന് കിട്ടി ഇനി എനിക്ക്. പേസ്റ്റിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ കമ്പനീന്റെ ആ പേസ്റ്റ് കണ്ടോക്കുമ്പോ ഇവളാകെ ബേജാറായി പോയി. ഇങ്ങനെയാണോ ഇത്? കണ്ടന്റ് കംപ്ലീറ്റ് വായിച്ച് ആ പേസ്റ്റിന്റെ. നിങ്ങളെ പേസ്റ്റ് തന്നേക്ക്, ഇത് ഞാൻ നിങ്ങൾ എപ്പോ പറഞ്ഞാലും ഞാൻ കൊണ്ടെത്തൂല പേസ്റ്റ്. അപ്പൊ നമ്മളതിൽ വാണിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ വേറെ ഒരു പെണ്ണുങ്ങൾക്ക് പേസ്റ്റ് കൊടുത്ത് ഏതായിട്ട് കൊടുത്തതാണ്. എന്നെ കറിയുന്ന ഒരു പെണ്ണുങ്ങളാ. അപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ എന്നോട് പറയും, ഞാനിപ്പം ബ്രഷ് കൊണ്ട് പല്ലിയേക്കളുടെ എന്താട്ടാന്ന് ഈ സായന്തരം ബ്രഷ് തൊടുവാനാവുമല്ലോ എനിക്ക് വല്ല ചോര വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പേസ്റ്റ് കൊടുത്തിട്ട് ബ്രഷ് കൊണ്ട് പല്ലിയേക്കളുടെന്നാ പറഞ്ഞേ. അപ്പൊ അനുഭവങ്ങൾ അങ്ങനെ പലതും ഉണ്ട്, തർക്കങ്ങൾ അത്രയേ പറയുന്നുള്ളൂ. ഒരു മാസത്തിൽ കൂടുതലായി നമ്മുടെ വീട്ടിലെല്ലാവരും ഈ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കമ്പനി ചേർന്നവര് പിന്നെ വേറെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പൊ അതിന് നല്ല പേസ്റ്റ് ആണല്ലോ, നമ്മുടെ കമ്പനിയുടെ പേസ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് ഉപയോഗിച്ചതാ. പക്ഷെ നമുക്ക് പിന്നെ അറിയാത്ത, നമ്മളെ വിചാരിക്കാത്ത റിസൾട്ടാണ് എനിക്ക് ഉണ്ടായത്. കാരണം എൻ്റെ പല്ലിന്റെ ഊന് താഴണ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ എൻ്റെ മധ്യത്ത് ഒരു പല്ല് ഇളകി പോവും. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ച്, അപ്പൊ അവര് പറഞ്ഞു തൊട്ടടുത്ത് അപ്പുറം ഉള്ള ഒരു പല്ലും ഇതേപോലെ ചെറിയ ആട്ടം ഉണ്ടായിരുന്നു, ആടുന്നുണ്ട്, നല്ല ഉറപ്പില്ല. അപ്പൊ അങ്ങനെ ഒരു പല്ലുകളെ ഫിറ്റ് ചെയ്യണമെങ്കിലും ഈ 2 പല്ലും വീണ്ടും എടുത്ത് ഒഴിവാക്കിയിട്ട് പിന്നെ അതിന്റെ അപ്പുറമുള്ള പല്ലിന് റൂട്ട് കനാൽ ചെയ്തിട്ട് അതിനെ രാഗിയിട്ട് അതിൽ വെച്ച് പിടിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ കേട്ടപ്പോ ഞാന് ഇനി ഇത്രയും വലിയ പണിക്ക് പോകണ്ട, ഓരോ പല്ല് റൂട്ട് കനാൽ ചെയ്തപ്പോ തന്നെ എനിക്ക് വേദനയും പ്രശ്നവും ആകെ അതിന്റെ ആട്ടം കുറച്ചും കൂടി. അങ്ങനെ ഞാൻ പിന്നെ നിർത്തി വെച്ചു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അവരെനിക്കൊരു പേസ്റ്റും അതേപോലെ ഒരു ആയുർവേദത്തിന്റെ ഒരു തൈലം വായിൽ കൊള്ളാനും എനിക്ക് എഴുതി തന്നായിരുന്നു. ഞാൻ ഒരു മാസത്തിൽ കൂടുതൽ ഞാൻ അത് യൂസ് ചെയ്തിട്ട് യാതൊരു ഫലവും എനിക്ക് ഉണ്ടായില്ല. അങ്ങനെ ഞാൻ അതൊക്കെ ഒഴിവാക്കി. എന്നിട്ട് ഇപ്പൊ അൽഹംദുലില്ലാ എൻ്റെ ഈ പല്ല് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ പല്ല് ഇപ്പൊ ആട്ടം അത് മാറിയിരിക്കണം. എൻ്റെ
ആടല് നിന്നിക്കണ്, നല്ല ഉറച്ചിക്കണ പല്ല്. അവര് എഴുതി തന്ന പേസ്റ്റ് അതെല്ലാം ഉറച്ചതിന് ശേഷം ഇങ്ങോട്ട് പോകുന്നോളൂ, നമുക്ക് എന്നിട്ട് വീണ്ടും ചെയ്യാന്ന് അവര് പറഞ്ഞു. പക്ഷെ ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ടോ അവരെഴുതി തന്ന പേസ്റ്റോ അതെല്ലാം തൈലോ ഒക്കെ ഞാൻ അത് വളരെ വായിൽ കൊള്ളുമ്പോൾ വല്ലാത്തൊരു ചവർപ്പ. എന്നിട്ടും മാറണമെങ്കിൽ മാറിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അതൊക്കെ ചെയ്തിട്ടും ഒരു ഫലം ഉണ്ടായില്ല. ഇപ്പൊ ഇത് അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തതല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേസ്റ്റ് അല്ലേ, നല്ല വേസ്റ്റ് ആണല്ലോ എന്നിട്ട് ഞാൻ അത് മാത്രം ഉപയോഗിക്കൽ തുടങ്ങി. ഇപ്പൊ അൽഹംദുലില്ലാഹ് എന്റെ പല്ലിന്റെ ആട്ടം നിന്നിക്കണം. ഇനി പല്ല് അടുത്ത പോയി ഫിറ്റ് ചെയ്യണം, വലിയ സന്തോഷമുണ്ട്. ഞാനും നമ്മൾ വീട്ടിൽ ഒരുപാട് കാലമായിട്ട് പേസ്റ്റ് കയറ്റില്ല. കാരണം ഇപ്പുള്ള കാലത്ത് തന്നെ നമ്മൾ വീട്ടിലേക്ക് പേസ്റ്റ് കയറ്റാറില്ല. ഉമിക്കരി അതല്ലെങ്കിൽ മാവിന്റെ ഇല അങ്ങനത്തെ ഉപയോഗിക്കല്. ഇപ്പൊ ഞാൻ ഒരു ഹെർബൽ പേസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് വരുന്നതിന് മുൻപ്. പിന്നെ നമ്മളെ മൈ ലൈഫിന്റെ പേസ്റ്റ് കിട്ടുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്താ പറയാ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വായ്പകൾ വരുമായിരുന്നു. മൈ ലൈഫ് കയറിയതിന് ശേഷം നമ്മള്